അങ്ങനെ നമ്മുടെ പാലാ ചേർപ്പങ്കൽ ഹൈവേയിൽ പുതിയ ഒരു റെസ്റ്റോറന്റ് കൂടെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് കേട്ടോ. പാലാക്കാരുടെ സ്വന്തം അച്ചായൻസ് റെസ്റ്റോറന്റ്. ഈ 9-ാം തീയതി, കൃത്യമായി പറഞ്ഞ ഈ സെപ്റ്റംബർ മാസം 9-ാം തീയതി വൈകുന്നേരം 5 മണിക്കായിരുന്നു ഇനാഗുറേഷൻ. ഇനാഗുറേഷന്റെ തൊട്ടു മുമ്പത്തെ കാഴ്ചകളാണ് നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ പലരും ചിന്തിക്കുന്നുണ്ടായിരിക്കും ഇതൊരു പ്രൊമോഷൻ വീഡിയോ ആണെന്ന്. ഒരിക്കലും അല്ല കേട്ടോ, ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല. എന്റെ നാടാണ് ചേർപ്പങ്കൽ. അവിടെ പുതിയതായിട്ടൊരു സ്ഥാപനം തുടങ്ങുമ്പോൾ അത് നാട്ടുകാരായ ജനങ്ങളെ അറിയിക്കുവാനും അതുപോലെ തന്നെ ഈ വഴി യാത്ര ചെയ്യുന്ന ജനങ്ങൾക്ക് ഈ സ്ഥാപനം കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടാവുമെങ്കിൽ, അതായത് റെസ്റ്റോറൻ്റ് ആണ് വിത്ത് ബേക്കറിയാണ്, അപ്പം ഫുഡ് കഴിക്കാൻ വേണ്ടിയും അതുപോലെ ബേക്കറി ഐറ്റംസ് ഒക്കെ മേടിക്കണമെങ്കിലും അവർക്കൊക്കെ അതൊരു സഹായമായിരിക്കും ഒരുപക്ഷെ ഈ വീഡിയോ. അപ്പം അതുകൊണ്ട് ഈ ഒരു ഇൻഫർമേഷൻ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി മാത്രമാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരിക്കൽ കൂടി പറയാം, ഇത് ഒരു പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല കേട്ടോ. കുറെ വർഷങ്ങളായി നമ്മുടെ സ്വന്തം പാലായിൽ വളരെ മനോഹരമായി പ്രവർത്തിച്ചു പോരുന്ന അച്ചായൻസ് ബേക്കറിയുടെ മറ്റൊരു ബ്രാഞ്ച് തന്നെയാണ് നമ്മുടെ ചേർപ്പങ്കലിലുള്ള അച്ചായൻസ് റെസ്റ്റോറന്റ്. അച്ചായൻസ് റെസ്റ്റോറന്റിന്റെ കുറച്ച് സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ അവരുടെ മെനു എഴുതി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ക്ഷണിക്കപ്പെട്ടവരൊക്കെ ഓരോരുത്തരായി പതിയെ എത്തി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ബഹുമാനപ്പെട്ട ജോസ് കെ മാണി സാറും റോഷി അഗസ്റ്റിൻ സാറും ഇതുവരെ എത്തിയിട്ടില്ല. അവർ വരുന്നതിന് മുന്നേ നമുക്ക് അച്ചായൻസ് ബേക്കറിയുടെ ഉള്ളിലെ കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് കാണാം കേട്ടോ. കഴിഞ്ഞ 6 വർഷക്കാലമായി പാലായുടെ മണ്ണിൽ പ്രവർത്തിച്ചു വന്നിരുന്ന അച്ചായൻസ് ബേക്കറി എന്ന സ്ഥാപനം വിപുലമായ സംവിധാനത്തോടു കൂടി റെസ്റ്റോറന്റ് മാതൃകയിൽ നിന്ന് ചെറുപ്പങ്ങളിൽ പ്രവർത്തനം ആരംഭിക്കുന്ന കാര്യം സന്തോഷപൂർവ്വം ഞങ്ങൾ അറിയിച്ചുകൊള്ളുന്നു. ജോസ് കെ മാണി സാറിന്റെ കൂടെയും റോഷി അഗസ്റ്റിൻ സാറിന്റെ കൂടെയും ചിരിച്ചോണ്ട് വരുന്ന ആളെ കണ്ടോ? അദ്ദേഹമാണ് കേട്ടോ അച്ചായൻസിന്റെ സ്വന്തം പ്രിൻസ്.
ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പാലാ ചേർപ്പങ്കൽ ഹൈവേയിൽ ഒരുപാട് ബേക്കറീസും അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ആ ഒരു സ്ഥലത്തേക്ക് പുതിയതായി കടന്നു വരികയാണ് നമ്മുടെ അച്ചായൻസ് റെസ്റ്റോറൻറ്റ്. ഈ ഒരു സാഹചര്യത്തിൽ ആ മേഖല കൂടുതൽ കോമ്പറ്റീഷനുള്ള ഒരു സ്ഥലമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കോമ്പറ്റീഷൻ കൂടുന്ന സാഹചര്യത്തിൽ ഓരോ സ്ഥാപനങ്ങളും സ്വാഭാവികമായിട്ടും തങ്ങളുടെ ഐറ്റത്തിന്റെ ക്വാളിറ്റി, നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ കസ്റ്റമറിലേക്ക് എത്തിക്കാൻ ശ്രമിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ കൊടുക്കുന്ന കാശിന് നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ നമ്മുടെ കൈകളിലേക്ക് എത്തുകയും ചെയ്യും. അങ്ങനെ അത്തരത്തിലുള്ള നല്ലൊരു സ്ഥാപനമായി മാറട്ടെ നമ്മുടെ പാലക്കാരുടെ സ്വന്തം അച്ചായൻസ് ബേക്കറി ആൻഡ് റെസ്റ്റോറൻറ്റ് എന്ന ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ആശംസിക്കാം.